എല്ലാവരുടെയും വീട്ടിൽ മിക്കപ്പോഴും ബാക്കിയാവുന്ന ഒരു സാധനമാണ് ചോറ്. നമുക്ക് എത്ര ശ്രമിച്ചാലും കറക്റ്റ് എമൗണ്ടിൽ ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ ബാക്കിയാവുന്ന ചോറ് രണ്ടാമത് ഉപയോഗിക്കാൻ നമുക്ക് നല്ല മടിയും കാണും. അപ്പോൾ ഇങ്ങനെ ബാക്കിയാവുന്ന ചോറ് ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഇത് ബാക്കി വന്ന ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ മട്ടരിയുടെ ചോറാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പുട്ടുപൊടി ഉപയോഗിക്കാൻ പാടില്ല. അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത് നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഈ ഒരു മധുര പലഹാരമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം മധുര പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർക്കുകയാണെങ്കിൽ മധുരമൊക്കെ ബാലൻസായി വരും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകവും 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് അരച്ചെടുത്തതിന് ശേഷം ഉണ്ടാകേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും ഒന്ന് മൂപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ടേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വലിയ ഉള്ളി ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾക്ക് ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 10 ചെറിയ ഉള്ളി എടുത്തിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗം വരെയാണ് ഞാനിപ്പോൾ വഴറ്റിയെടുത്തിരിക്കുന്നത്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ എക്സ്ട്രാ വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല. അതേ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. തേങ്ങാക്കൊത്തും അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഏകദേശം 2 ടേബിൾ സ്പൂണുകളൊക്കെ ഉണ്ടാകും ഇത്. അതും നമുക്കൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒന്നിച്ച് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ആദ്യം തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കുക. തേങ്ങാക്കൊത്തൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ചെറിയ ഉള്ളിയും ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവ് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 200 ഗ്രാമോളം വരും. ഇതിലേക്ക് 1/2 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര പാനിയാക്കാൻ വേണ്ടി വയ്ക്കാം. ഇത് ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വന്നിട്ട് നല്ല പോലെ ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഇതിന് പ്രത്യേകിച്ച് നൂൽ പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു നമ്മളുടെ സിറപ്പ് പതഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മളുടെ ശർക്കരയൊക്കെ നല്ല പോലെ അലിഞ്ഞ് ചേർന്ന് നമ്മളുടെ സിറപ്പ് നന്നായിട്ട് പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ മാത്രം നമ്മളുടെ ശർക്കരപ്പാനി റെഡിയാക്കിയാൽ മതി. ഇപ്പം ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടോട് കൂടിയിട്ട് നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. ചൂടോട് കൂടി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചേർത്ത് കൊടുക്കുമ്പോൾ ഇളക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിതിപ്പോൾ മൊത്തത്തിൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ചൂടായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കട്ട കെട്ടി നിൽക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പലഹാരം നല്ലൊരു ആരെടുത്തിട്ടാണ് ഉണ്ടാകുക. അത് ഇങ്ങനെ ആവുന്നത് ഈ ഒരു ചൂടോട് കൂടിയിട്ട് ശർക്കരപ്പാനി ചേർക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വഴറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. രണ്ടും ഏകദേശം ഒരു 1/4 ഭാഗത്തോളമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് ചുടുമ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മുഴുവനായിട്ടുള്ള ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അരക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്തോളൂ. ഞാനിപ്പം പൊടിച്ച ഏലക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ചുടുന്നതിന് തൊട്ട് മുന്നേ മാത്രം 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ബേക്കിംഗ് സോഡ എപ്പോഴും നമ്മൾ ചുടുന്നതിന് തൊട്ട് മുന്നേ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് ചേർക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ അപ്പം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ കൂട്ടുക ഇതുപോലെ ലൂസായിട്ട് വേണം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ വേണമെങ്കിൽ ചുട്ടെടുക്കാം. ഒന്നുകിൽ മൊത്തത്തിൽ ചുട്ടെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് അപ്പങ്ങൾ ഉണ്ടാക്കാം.
ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മളുടെ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പാനാണ് വെച്ചിരിക്കുന്നത്. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം അതിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ പാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. 2 തവി മാവ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് ചെറിയ ഉള്ളിയും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഞാനിപ്പോൾ ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ അപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിനി നമ്മളൊന്ന് ചെറുതായിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നതും കൂടിയുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മുകൾ ഭാഗം കൂടെ ഒന്ന് മൊരിഞ്ഞ് വരും. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് മറിച്ചിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മളുടെ അപ്പം പാകത്തിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് ചോറ് ഉപയോഗിച്ചിട്ട് കുഞ്ഞ് കലത്തപ്പമാണ്. ഇത് നിങ്ങൾക്ക് വലിയ രീതിയിൽ കുക്കറിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഇത് ചെറിയ ചെറിയ കലത്തപ്പം ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളുടെ പാൻ നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ വേണം നമ്മൾ കൂട്ടൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ആരെടുത്ത നമ്മളുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.